ഇതിനാണോ പണ്ട് ജയൻ പറഞ്ഞത് ബർഗേഴ്സ്? അത് അമേരിക്കയിലെ ഒരു തിയേറ്ററിലാണുള്ളത്. സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ കറങ്ങാൻ വേണ്ടി പോകും അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൗശിക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ തന്നെ ഫ്ലോറിഡയിലെ താമ്പക്കടുത്ത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. യെസ്, അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. നിങ്ങൾ സിനിമ കാണാൻ ആടുജീവിതം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ അടിച്ച് പൊളിച്ച് തകർത്ത് ഇന്നത്തെ ഒരു വ്ലോഗ് അടിപൊളിയാക്കാം. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം. ഫ്രൈ കഴിക്കണം. പലതും കഴിക്കാം. ലിൻചേട്ടൻ ഇവിടെ വന്ന് തകർക്കാണ് കേട്ടോ. ഇവിടെ അമേരിക്കയിൽ ലിൻചേട്ടൻ അറിയാത്ത ആൾക്കാരില്ല. ഫുൾ ബന്ധങ്ങളാണ് അമേരിക്ക. അതെ അതെ, സായിപ്പന്മാര് ഫുൾ ബന്ധങ്ങളാണ്. അപ്പോൾ പോവാം, ടിക്കറ്റ് എടുക്കാൻ പോവാം. റെഡി, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ അകത്തേക്ക് പോവാണ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, അത് ലൈഫിൽ ആദ്യമായിട്ടാണ്. പിന്നെ ശ്രീനാഥേട്ടനൊക്കെ കുറേ എന്നെ പറഞ്ഞ് ഇങ്ങനെ ക്യൂരിയോസിറ്റി കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറിച്ചാണ്. നമ്മുടെ നാട്ടിലത്തെ വണ്ടർല പോലെയൊന്നും അല്ല ഇത്, വേറെ ലെവൽ, അതിൻ്റെയൊക്കെ 10 ഇരട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ക്യൂരിയോസിറ്റി കൂട്ടി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെ വോയിസ് ഇടുന്നതെന്നുള്ളത്. കാരണം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞാനങ്ങ് വ്ളോഗിലായിപ്പോവും. അതിനെക്കൊണ്ട് ഞാൻ അതിൻ്റെ മെയിൻ ക്ലിപ്സ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. മെയിൻ എൻട്രൻസ് അല്ല, അതിൻ്റെ കയറി പോകുന്നതിൻ്റെ അവിടെ എവിടെ നിന്നാണ് അധിക പേരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇടാറുള്ളത്. ഞാനിത് ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാവാഞ്ഞിട്ട് എന്താണെന്നുള്ള ഒരു പിടുത്തമില്ല. അപ്പോൾ ഗൈസ്, ഇതേ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു, നമ്മൾ ഹോൾ സെറ്റായിരിക്കുകയാണ്. ഇത് റിമി ചേച്ചി സൈഡിലുണ്ട്, മായ ചേച്ചി ഉണ്ട് ഇവിടെ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. പിന്നെ എല്ലാവരും ഓരോ സ്ഥലത്തേക്കായിട്ട് അങ്ങനെ തെറിച്ചു. പിന്നെ ഞാനും ശ്രീനാഥേട്ടനും ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കാണ്. ശ്രീനാഥേട്ടൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ശ്രീനാഥേട്ടൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ ഹാരി പോട്ടറിൻ്റെ റൈഡിലേക്ക് കയറാനായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്, ഞാനും ശ്രീനാഥേട്ടനും കൂടെ. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ള വലിയൊരു റിസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ എൻട്രൻസിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കുമുള്ള മനുഷ്യന്മാരെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇതൊരു 3D ഒരു സംഭവമാണ്. ഇത് ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ തോന്നുന്ന രീതിയിൽ അവർ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ലിഫ്റ്റും ഒരു പേടിപ്പിക്കുന്ന മാതിരിയുള്ള ലിഫ്റ്റാട്ടോ. നമുക്ക് 3D കണ്ണട കിട്ടിയിരിക്കുവാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. റെഡി. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ താഴേക്ക് നമുക്ക് വലിയ ക്യൂ ആണ്. അതിൻ്റെ ഇടയിൽ ലിനുചേട്ടൻ കൈപൊതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയറുന്നതിനെക്കാട്ടും ഫസ്റ്റ് പോകുന്ന ടീംസിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളുടെ വണ്ടി വന്നേക്കുവാണ്. ഇതിലേക്ക് കയറിയിട്ട് പോകണം. അപ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല, എന്നാൽ നമുക്ക് നോക്കാം. എൻ്റെ പൊന്ന് ഗായ്സ്, എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞോളൂ കേട്ടോ. അയ്യോ, ഈ ജീവിതത്തിൽ ഏറ്റവും കിട്ടിയൊരു എന്താ പറയുക, ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് കാണുന്ന കേട്ടോ ഇത്. ഹാരി പോട്ടറിൻ്റെ ഈ റൈഡ് ഒരു രക്ഷയില്ല. ഇതാരാ വരുന്നത് നോക്ക്, പേടിച്ചിട്ട് വരികയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ശ്രീനാഥേട്ടൻ ഇങ്ങനെ അധിക സ്പീഡിൽ പോകുന്നതും മറിഞ്ഞിങ്ങനെ തിരിയുന്നതൊന്നും ഭയങ്കര പേടിയാണ്. ഈ വ്ളോഗ് കണ്ടാൽ എന്നെ കൊല്ലും. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഹാരി പോട്ടറിൻ്റെ മറ്റേ ചൂലയിലൊക്കെ ഇങ്ങനെ കയറി ഇരുന്ന് പോയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ എല്ലാ റൈഡിലൊക്കെ കയറി അടിച്ചു പൊളിച്ച്, അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ്, എല്ലാ റൈഡിലും അടിച്ചു പൊളിച്ച് കയറി എൻജോയ് ചെയ്തു. ഞാനും റിംചി ചെയ്തിങ്ങനെ ഇറങ്ങി വരികയാണ് എല്ലാം കഴിഞ്ഞിട്ട്. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അത് മസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ഡേയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് നേരെ
നെക്സ്റ്റ് ഡേയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഗ്രാൻഡ് കാനിയനിലേക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് ഗ്രാൻഡ് കാനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം കാണാതെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ഗ്രാൻഡ് കാനിയൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോഴുള്ള ഓരോ കാഴ്ചകളാട്ടോ എന്ത് രസമായിട്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ കൊത്തിയൊക്കെ പണിയൂല, അതുപോലെയുണ്ട്. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ കാറ്റും മഴയും അങ്ങനെ കണ്ട് ഉണ്ടായിട്ട് ഇത് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായതാണെന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, കണ്ണെടുക്കാൻ പറ്റാത്ത ഓരോ കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന യാത്ര. നൈസായിട്ടുള്ള തണുപ്പും അധികം ചൂടൊന്നും ഇല്ലാണ്ട് ഇങ്ങനത്തെ ഓരോ കാഴ്ചകളും. പണ്ട് സാംസങ്ങിൻ്റെ ഫോണിൻ്റെ അകത്ത് ഓരോ വാൾപേപ്പറൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതേ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള റോഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള യാത്ര അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി യാത്രയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി അവിടെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെയും കുറേ കാഴ്ചകളുണ്ട്. എല്ലാവരും ഇറങ്ങി ഇവിടെ ഒരു ചെറിയ, നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു തോട് മാതിരിയുള്ളൊരു സംഭവമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോവാണ്. അവിടെയാണ് കുറച്ചുകൂടെ വ്യൂ ഉള്ള സ്ഥലം. അവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ട ഒരു ആവേശത്തിൽ ബസ് തന്നെ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇതേ ഇവിടെ ഏതോ ഒരു ജീവിയുടെ, ആ ജീവിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഇവിടെ ഉണ്ട്. പാമ്പ്. ഇതേ എന്തായിരുന്നു? നിങ്ങൾ വായിച്ചോളൂ. അപ്പോൾ ഈ ഒരു പാമ്പൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഗ്രാൻഡ് കാനിയന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്തും, കുറച്ചുകൂടെ ഉണ്ട്. ഗൈസ്, ഞാൻ എൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഈ പറയുന്ന ഞാൻ ഈ നേരിട്ട് കാണുന്ന ഫീല് ഈ വീഡിയോക്കകത്ത് കിട്ടുമെന്നുള്ള അറിയില്ല. ഈ ഒരു വിഷ്വല് നേരിട്ട് കിട്ടുമെന്നുള്ള അറിയില്ല. നോക്ക്, ചില സ്ഥലങ്ങളിലെ ഗൈസ് ഇതൊരു അപൂർവമായിട്ടുള്ള കാഴ്ച കേട്ടോ. റെയിൻബോ നോക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ഒരു തിയേറ്ററിലാണുള്ളത്. സുമിത്തേട്ടാ, അടിപൊളി. സ്വന്തം സുമിത്തേട്ടനാണ്. സുമിത്തേട്ടൻ നമ്മുടെ തബല വായിക്കുന്ന, തബലയിൽ വിരൽ കൊണ്ട് അമ്മാനമാടുന്ന. അപ്പോൾ നമ്മൾ ഇവിടെ തിയേറ്ററിലാണുള്ളത്. തിയേറ്ററിൽ ഒരു അമേരിക്കൻ സിനിമ, ഒരു 30 മിനിറ്റുള്ള ഒരു സിനിമ നൈസായിട്ട് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് ഒരു സിനിമ കണ്ടിട്ട് വരാം. ഓക്കെ. ഇതാണ് ലോകത്തിലെ തന്നെ 7 വണ്ടേഴ്സ്. അതിലൊരു വണ്ടേഴ്സിലാണ് നമ്മൾ പോയത്. അപ്പൊ എല്ലാം അടിപൊളിയായി. അപ്പൊ നമ്മുടെ നാളെ എല്ലാവരും നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പൊ അതിനു മുൻപ് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി എല്ലാരും കൂടെ കറങ്ങാൻ വേണ്ടി പോകും അല്ലേ? പൊളിച്ചു.
ഇതിനാണോ നമ്മൾ പണ്ട് ജയൻ പറഞ്ഞത് ബർഗേഴ്സ്? അപ്പോൾ ഇത് നമ്മളുടെ അനദർ ഡേ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണുള്ളത്. അപ്പോൾ ഇന്നലെ എവിടെയായിരുന്നു ഷോ? അടിയിലൂടെ ഒരു വെള്ളാട്ടപ്പൊക്കറവ് വന്നു. ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്ന് സാൻ ഫ്രാൻസിസ്കോ അടിച്ച് പൊളിച്ച് തകർക്കാനാണ്. അനീഷേട്ടാ സെറ്റാണ്. അപ്പം സുനിയേ അപ്പോൾ നമ്മൾ നല്ല ബർഗറൊക്കെ കഴിച്ച് അടിപൊളിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അടിച്ച് പൊളിച്ച് കറങ്ങണം. അപ്പോൾ ബൈ. ഇവൻ ഈ പരിപാടി കഴിഞ്ഞ് നീ ജാക്കറ്റ് ഇടുന്നതിന്റെ കാര്യം എന്താടാ? എപ്പോഴും ഉറങ്ങുമ്പോൾ ജാക്കറ്റ് ആണോ? അതെ, ആണോ? ജാക്കറ്റ് ഇല്ലാത്ത പരിപാടിയില്ല. ജാക്കറ്റിനുള്ള സത്യത്തിൽ ശരീരമില്ലേ? എന്താ സത്യം? എന്താ ജാക്കറ്റ് ഊരി കഴിഞ്ഞാൽ കറക്റ്റ് ആട് ജീവിതമാണ്. അത് കലക്കി. Balls, you catch them in the can, then we're gonna end the show. Can I just ask for a favor? Everybody on this side, if you guys come up to this bench here, then people won't walk through this area, they'll walk around. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലപ്പം പറയുന്നതിൻ്റെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡ് കാണുന്ന ബെല്ലേക്ക് എന്തായിരുന്നു അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.